Namaskaram, Chelsea fans, football fans. Welcome back to Chelsea Karen channel. What a day! ഇന്നലെ ആയിരുന്നു എനിക്ക്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിപ്പീറ്റിംഗ്, I was there with സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയി ലൈവായിട്ട് കളിയൊക്കെ കണ്ടു. ആ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് മാച്ച് റിവ്യൂ ചെയ്യാൻ വൈകിയത്? ബിക്കോസ് ഐ എം ഇൻ ദ UK ആൻഡ് ഇപ്പൊ ഏകദേശം സമയം രാവിലെ എന്തോ 9 മണിയോ 8 എങ്ങാണ്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ 5.5 മണിക്കൂർ നമ്മുടെ നാട്ടിൽ മുന്നിലായതുകൊണ്ടുള്ളൊരു ഡിലേ ആണ് വരുന്നത്. സോ അതിനുവേണ്ടി സോറി. ബട്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയി കളി കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ പിന്നീട് പറയാം. പക്ഷേ മാച്ച് റിവ്യൂലേക്ക് നമുക്ക് കിടക്കാം. പക്ഷെ മാച്ച് റിവ്യൂ ചെയ്യുന്നതിൽ ഭയങ്കര കോമഡി. കാരണം ഞാനിപ്പോ കളി കാണുന്ന ഞാൻ അവിടെ കളി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെ എലിവേറ്റഡ് ഹൈവേയിൽ ഇങ്ങനെ ഇരുന്ന് ഉള്ള കളിയല്ലല്ലോ കാണുന്നോണ്ടിരിക്കുന്നത്. നമ്മൾ നേരിട്ട് കളി കാണുന്നു. അപ്പൊ ഞാൻ കുറച്ച് പിച്ചിൽ ഒരു എലിവേറ്റഡ് രീതിയിലാണ് ഞാൻ ഇരുന്ന് കളി കണ്ടോണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലാവത്തില്ല. ബോൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഓക്കെ. എന്റെ മുമ്പിൽ നിന്നൊക്കെ ജാക്സൺ മറ്റേ ഓഫ് സൈഡ് ട്രാപ്പിനെ വെച്ചിട്ടൊക്കെ ഓടുന്നു. സിൽവ അവിടെ നിൽക്കുന്നു. ഓക്കെ ഓക്കെ. പാൽമറിന് ബോൾ കിട്ടുന്നു എനിക്കാണ്. മുഡ്രിക്കിന് ബോൾ കിട്ടുമ്പോൾ അവൻ അവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മേലിലേക്ക് സ്ക്രീനിലേക്ക് നോക്കണം. അവിടെ മേലിൽ സ്ക്രീൻ ഉണ്ട്, എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരു മായം പോലെ. ഒരു 20 മിനിറ്റ് ഒക്കെ എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളതൊരു കണ്ണുകൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ ഇത്രയും നാള് ഈ ടി വിയിൽ കണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിയ വ്യത്യാസമാണ്. ആ വ്യൂവിങ് എക്സ്പീരിയൻസ് ഭയങ്കര വ്യത്യാസമാണ്. ആ വൈബാണ് അവിടെ മൊത്തത്തിൽ. എന്നിട്ട് രണ്ടാം പകുതി ആയപ്പോഴത്തേക്കും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അദ്ദേഹമായിട്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ വെവ്വേറെ സീറ്റിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അവിടെ സീറ്റ് കാലിയായിരുന്നു. അവിടെയാണ് അപ്പൊ ആ രണ്ടാം പകുതിയിൽ ഗോൾ അടിച്ചത്. ഗോൾ കോമഡി. നമ്മൾ ഈ ഗോൾ അടിക്കുന്ന പറയുമ്പോൾ നമുക്ക് ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ ആന്റിസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്റ്റേർലിംഗ് അങ്ങോട്ട് ഓടണം. അപ്പൊ സ്റ്റേർലിംഗ് ഓടുന്നത് എന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്, എന്റെ സൈഡിലല്ല, ഓപ്പോസിറ്റ് സൈഡിൽ ഓടുകയാണ്. അപ്പൊ നമുക്ക് കാണുന്നില്ല സ്റ്റേർലിംഗ് അങ്ങനെ ഓടി വരുന്നത്. കാരണം ഇത് ഒരു മിന്നായം പോലെ പോവാണ്. പക്ഷെ ഒരു ക്രോസ് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞാൽ ബോള് നെറ്റിനകത്ത് പോകണം. നമ്മളെല്ലാവരും ആരടിച്ച എന്തടിച്ചോ നമ്മൾ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കുക. എന്നിട്ടാണ് മനസ്സിലാക്കണത് അത് പാൽമറിന്റെ ഗോളാണ്. അപ്പൊ അനൗൺസർ ചെയ്യും ഗോൾ ബൈ പാൽമർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരുന്നു അവസ്ഥ. അതേപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ ഗോളും. അപ്പുറത്തുനിന്ന് സ്റ്റേർലിംഗ് വന്ന് എന്നിട്ട് പാൽമർ അസിസ്റ്റ് ചെയ്യുന്നു, ജാക്സൺ ടാപ്പിൻ ചെയ്യുന്നു. അപ്പോഴാണ് ഇതല്ല ഇതിപ്പോ എന്താ സംഭവിച്ചത്. പിന്നെ ബ്രോയന്റെ ഒരു ഓപ്പൺ പോസ്റ്റ് മിസ്, അതും മിസ്സായതൊക്കെ ഉള്ളത്. സോ ഒരു വ്യത്യസ്തകരമായ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് മാച്ച് റിവ്യൂ എങ്ങനെ ചെയ്യുന്നുള്ളത് വ്യക്തമല്ല. ആദ്യ പകുതി നമ്മൾ ശോകമായിരുന്നു. ഇൻഫാക്ട് അത് ക്രൗഡ് തന്നെ ഭയങ്കര എന്താ പറയണേ, വളരെ വ്യക്തമായിട്ട് അതിന് വേണ്ടി റിയാക്ട് ചെയ്യണ്ടായിരുന്നു. കാരണം നമ്മൾ കാര്യമായിട്ട് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഗോൾ കീപ്പേഴ്സിനെ നമ്മൾ ത്രെറ്റൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ സീറ്റിൽ നിന്ന് ഇറങ്ങും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ബാത്റൂമിൽ പോകാനും, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ബിയറിന് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് അധികം സമയം വേണ്ട. അപ്പൊ എല്ലാവരും 40-42 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എല്ലാവരും സീറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ചോദിച്ചത് ഇവന്മാർ ഇതൊക്കെ എങ്ങോട്ടാ പോണേ? അപ്പൊ കളി അല്ലെങ്കിൽ ബോറാണ്, കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. ആദ്യ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ബൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ബൂ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ എടുത്ത് നമ്മുടെ ചെൽസി പ്ലേയേഴ്സിനെ പറഞ്ഞു വിട്ട്. രണ്ടാം പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോച്ചിറ്റിനോട് പറഞ്ഞ് നിർത്തിക്കോ, ഞാൻ കോച്ച് ചെയ്താരെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. രണ്ടാം പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കളി ഭയങ്കര ഉഷാറ്. അപ്പോഴത്തേക്കും ഞാൻ ആദ്യ പകുതിയിൽ ഞാൻ ചെൽസി അറ്റാക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നത്, രണ്ടാമത്തെ പകുതിയിലും ചെൽസി അറ്റാക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഇരുന്നത്. ഞാൻ എന്റെ ഒറിജിനൽ സീറ്റിൽ ഇരുന്നെങ്കിൽ ഉള്ളതുപോലും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും രണ്ടാം ഹാഫിൽ നമ്മൾ ഭയങ്കര അറ്റാക്കിങ് ഇന്റന്റും ത്രെട്ടോടും ഒക്കെ കളി കളിച്ചു. ആൻഡ് വി സ്കോർ 2 ഗോൾസ്. ഒരു ഗോളും കൂടെ അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഷെഫീൽഡ് കാര്യമായിട്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആലോചിച്ച ഷെഫീൽഡ് ചുമ്മാ പന്ത് തട്ടി കളിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കൈസഡോ വാസ് ബ്രില്യൻറ്റ്. കൈസഡോ എനിക്ക് തോന്നി വളരെ മനോഹരമായിട്ട്, പ്രോബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ചെൽസി ബ്ലൂ ഷർട്ട്, ആ മിഡ്ഫീൽഡ് സിംഗിൾ പിവറ്റ് റോളിൽ മനോഹരമായിട്ട് താൻ ബോൾ കൺട്രോൾ ചെയ്ത് കളിച്ചതുപോലെയായിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പോൾ ഒരു വ്യത്യാസമേ എനിക്ക് തോന്നിയത്. കോണർ ഗാലർ ഇതുപോലെ തന്നെ പട്ടിയെ പോലെ ഓടിപ്പണിയെടുക്കണോ. ഈ ഓടിപ്പണിയെടുത്തിരിക്കുമ്പോഴത്തേക്കും വിസിലൊക്കെ അടിക്കും. ഞാൻ വിസിലടിക്കുന്നൊന്നും കേൾക്കില്ല. ഫൗള് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവും കൂടിയില്ല. ഈ ബോളിന്റെ സൗണ്ട് പോലും ഇല്ല. ടക്ക് ടക്ക് എന്ന് പോലുള്ള സൗണ്ട് പോലും നമുക്ക് കേൾക്കില്ല. അപ്പൊ കോണർ ഗാലർ പോയിട്ട് ബോൾ വിൻ ചെയ്യുന്നു. അപ്പൊ നമുക്കിത് നേരിട്ട് കാണാം. ബോൾ വിൻ ചെയ്യുമ്പോഴത്തേക്കും റഫറി വന്നു ഫൗൾ വിളിക്കുന്നു. നമ്മളെ പറഞ്ഞിട്ട് കുറെ ചീത്ത വിളി. എല്ലാം മിന്നായം പോലെ. എനിക്ക് സത്യം പറഞ്ഞ കളി രണ്ടാമത് ഇത് കാണണം എന്താ സംഭവിച്ചെന്നുള്ളത്. കോണർ ഗാലർ നല്ലോണം പണിയെടുത്തു. ഈ ജാക്സൺ നമ്മൾ ഈ ഓഫ് സൈഡ് ഓടുമ്പോഴത്തേക്കും പാസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ടീം ഓണർ ഓടുന്നപ്പോ പാസ് കൊടുക്കുന്നില്ല. പാസ് കൊടുക്കാൻ സ്ഥലമില്ല. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പാസ് കൊടുക്കാൻ സ്ഥലമില്ല.
അതായത് ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ ആ അവരുടെ ഹൈ ലൈനും ഗോൾ കീപ്പറും തമ്മിൽ. ആ റേഞ്ചിൽ പാസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ആ പാസ് അത്രത്തോളം ആക്യുറേറ്റ് ആവണം, രണ്ടാമത് ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യണം, മൂന്നാമത് ആ പാസ് കൊടുത്താൽ പോലും ഗോൾ കീപ്പർ വന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരണം. അങ്ങനെ 1-2 പാസ് ഒക്കെ കൊടുത്തപ്പോൾ ഗോൾ കീപ്പർ വന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായി. സ്റ്റേർലിംഗിന് അങ്ങനെ ഒരു അടിപൊളി പാസ് സിൽവ കൊടുത്തു, സ്റ്റേർലിംഗ് അത് കൺട്രോൾ ചെയ്തു, പക്ഷെ അത് പിന്നെ കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര ഭയങ്കര ടൈറ്റാണ് അവിടെ പാസ് കൊടുക്കുക, ഈ മറ്റേ ഓഫ് സൈഡ് ട്രാപ്പിന് പാസ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എളുപ്പമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സംഭവം. ചെറിയൊരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എക്സാജറേറ്റ് ചെയ്യുന്നല്ല, പക്ഷെ നമ്മുടെയൊക്കെ ഒരു മനസ്സിലുണ്ടാവുമ്പോൾ ഒരു ഫുട്ബോൾ പിച്ചിന്റെ ഒരു വലിപ്പമൊന്നുമില്ല, ചെറിയൊരു പിച്ചിലേക്കാണ് ഇവര് ഇത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത്രയും സ്പേസ് ഇല്ല. പിന്നെ മുഡ്രിക്ക് കോമഡി ആയിരുന്നു. മുഡ്രിക്ക് ഹെഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മൂന്നാല് മറ്റേ പിള്ളേരൊക്കെ ചാടുമ്പോൾ തലയുടെ മേലെ കൂടെ ഇങ്ങനെ പന്തുമില്ല, അതുപോലെ ഇങ്ങനെ ചാടിക്കൊണ്ട് കിടന്ന് കളിക്കണ്ടായിരുന്നു. ഐ തിങ്ക് മുഡ്രിക്ക് വാസ് ആവറേജ് ആൻഡ് മുഡ്രിക്ക് ഇസ് വെരി ക്ലിയർ, ഹി ഈസ് നോട്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല ഹൈ സീലിംഗ് പൊട്ടൻഷ്യൽ ആണ്, പക്ഷെ വെരി വെരി റോ, വളരെ അണ്ടർ കുക്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് നേരിട്ട് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ആ ബോൾ കൺട്രോൾ ഉണ്ട്, അവൻ 1-2 തവണ ഉള്ളിലേക്കൊക്കെ ഡ്രിബിൾ ചെയ്ത് പോയി എന്നുള്ളതൊക്കെ വളരെ സത്യം തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈസ് വണ്ടർ കുക്ഡ്. പക്ഷെ ഇപ്പൊ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഒരുപാട് പ്ലേയേഴ്സ് അവിടെ അവൈലബിൾ അല്ല, എൻകുങ്കോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് മുഡ്രിക്കിനൊക്കെ തന്നെ ഇരുന്ന് കളിപ്പിക്കേണ്ടി വരുന്നു. പിന്നെ അവസാനം സെക്കൻഡ് ഹാഫിൽ ജാക്സൺ കുറച്ച് ലെഫ്റ്റ് വിങ്ങിൽ ഇട്ട് കളിച്ചു, അതും ഒരു മോശം ഉണ്ടായിരുന്നില്ല. ബ്രോയനെ നമ്പർ 9 ആയിട്ട് കളിച്ചിട്ട് ഇപ്പൊ ബ്രോയ എന്നും പറഞ്ഞാൽ ആരും നിലവിളിക്കണ്ട, അവനൊരു വളരെ എളുപ്പത്തിലുള്ള ഒരു സിറ്റർ അവൻ മിസ് ചെയ്തു. അതേ സിറ്റർ അങ്ങനെ ജാക്സൺ മിസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അവനെ ക്രൂശിച്ചൊരു പരുവത്തിലാക്കി എടുത്തേനെ. പിന്നെ എൻകുങ്കു സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ കൊണ്ടുവന്നില്ല. മാലഗുസ്തോ വന്നു, ഇയാൻ മാറ്റസൺ വന്നിട്ടൊരു പുള്ളിക്കാരൻ വന്ന തന്നെ 90 മിനിറ്റില്ല, എന്നിട്ട് 2 മിനിറ്റ് അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. 1-2 ചാൻസ് ഒക്കെ പുള്ളിക്കാരന് കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിൽവ വാസ് ഗുഡ്, സിൽവയുടെ 1-2 മറ്റേ ക്രോസ് ഓടി വന്ന് നെഞ്ചും കൊണ്ട് എടുക്കുന്ന 1-2 സീൻ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് വാസ് ആവറേജ്, ബിലോ ആവറേജ്, വെരി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മൾ വളരെ എന്താ പറയുക, ഈ പറയുന്ന പോലെ നമ്മൾ ഉണർന്നു വന്ന് നമുക്ക് ജയിക്കണം, ലെറ്റ്സ് ക്രിയേറ്റ് ചാൻസസ് എന്ന് പറയുന്ന പോലെ തന്നെ ബ്യൂട്ടിഫുൾ രണ്ട് സ്റ്റേർലിംഗിന്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വി നീഡ് എൻ എക്സ്പെക്ടർ പ്ലെയർ, വി നീഡ് ദറ്റ് പ്ലെയർ ദാറ്റ് ക്യാൻ മേക്ക് ദ ഡിഫറൻസ്. സ്റ്റേർലിംഗ് വിചാരിച്ച അവനെ കൊണ്ട് പറ്റും, പക്ഷെ അവൻ വിചാരിക്കണം. കാരണം അത് ഈ കളിയിൽ വിചാരിച്ചോടെ അവൻ ആ പറഞ്ഞ പോലെ ആ ഡ്രൈവ് ചെയ്ത് ആ ക്രോസ് കൊടുക്കുകയും ആൻഡ് പാൽമറിന്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേറ്റ് റൺ പോക്കിംഗ് ഇൻ ടു ദ ഗോൾ. അതേപോലെ തന്നെ വീണ്ടും സ്റ്റേർലിംഗിൽ നിന്ന് വന്ന ഒരു അറ്റാക്കിൽ നിന്നാണ് പിന്നെ പാൽമർ അത് നല്ലോണം പണിയെടുത്തിട്ട് ബോൾ പുറത്തു പോകുന്നതിന് പകരം എടുത്ത് നേരെ ജാക്സൺ കൊണ്ട് ക്രോസ് കൊടുക്കുകയും ജാക്സൺ അത് വളരെ ഈസി ടാപ്പിനായി ചെയ്തത്. സോ വെരി ഐ മീൻ ദിസ് ഷുഡ് ഹാവ് ബീൻ വൺ. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നമായി പോയതിനെ പോച്ചറ്റിനോന്, ബട്ട് വി വൺ. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. 3 പോയിന്റ് കിട്ടി. ഇനി ന്യൂ കാസൽ ആയിട്ടുള്ള ഒരു മത്സരമാണ്. എനിക്ക് എന്നാലും ഞാൻ ലൈവിന് പോകുന്നില്ല. ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ഞാൻ പോകുന്നില്ല. എളുപ്പമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ ഇങ്ങനെ പോയി ലൈവ് കാണാൻ, നീ വണ്ടി എടുത്ത് പോയി പാർക്ക് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. ബട്ട് വാട്ട് ആൻ എക്സ്പീരിയൻസ് ഹാസ് ബീൻ, ഒരു ഡ്രീം കം ട്രൂ. അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു എക്സ്പീരിയൻസ് ഞാൻ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ്കേപ്പ് ഫ്രം ചർച്ചിക്കാരൻ.